സത്യത്തിൽ ഈ ദൈവത്തെ നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. ദൈവമാണ് നമ്മുടെ അടുത്ത സുഹൃത്ത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ ദൈവത്തെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? പറഞ്ഞ് പേടിപ്പിക്കേണ്ട അവകാശവും വേറൊരാൾക്കില്ലല്ലോ. ഈ ദൈവത്തിന്റെ പേര് പറഞ്ഞാണ് മനുഷ്യരെ പലരെയും ചൂഷണം ചെയ്യുന്നത്. ആ ചൂഷണത്തിൽ വീഴാൻ നിന്നു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ദൈവത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് സംഭാവനകൾ കൊടുക്കുകയും കാണിക്കയിൽ കൊണ്ടിടുകയും ആ ദൈവത്തെ നമ്മൾ പേടിക്കേണ്ടയും കാര്യമില്ല. ഈ ഭൂമി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കോടീശ്വരന്മാരുണ്ട്, അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയായിട്ട് സുഖ സൗകര്യങ്ങളോടുകൂടി ഈ ഭൂമി ജീവിക്കുന്ന പല ആൾക്കാരുണ്ട്. ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ഈ ഭൂമിയിൽ. അതായത് VIP, VVIP ആ ഒരു കാറ്റഗറിയിൽ തന്നെ വ്യത്യാസങ്ങൾ പറഞ്ഞില്ലേ. ഒരു ചെറിയ ലെവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ആത്മാവിനെയും ശരീരത്തെയും അവന്റെ ജീവിതത്തെയും ഈ ഭൂമിയിൽ സംരക്ഷിക്കാൻ കഴിയില്ലാത്ത ഒരു ദൈവം. ആ ദൈവം നീ മരിച്ചതിന് ശേഷം നിന്റെ ആത്മാവിനെ, നിന്റെ ശരീരത്തെ, നിന്റെ കുടുംബത്തെ മുഴുവൻ രക്ഷിച്ചോളാം ഏതോ ഒരു ലോകത്ത് എന്ന് പറയുന്നതിനകത്ത് തന്നെ ഏറ്റവും വലിയ തട്ടിപ്പാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതൊരു മതത്തെ മാത്രമല്ല, എല്ലാ മതത്തെയും കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ വിവരമുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടി ജീവിക്കുക. അല്ലാതെ മതത്തിന് വേണ്ടിയോ ജാതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയോ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവത്തെയോ മതത്തെയോ ജാതിയോ ഒക്കെ പേടിച്ച് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങും എത്തില്ല. ഞാൻ ഈ പറയുന്ന ഒരു നിരീശ്വരവാദത്തിന്റെ ഭാഗത്തു നിന്നും മാത്രമല്ല ചിന്തിക്കുന്നത്. ഒരു ആത്മവിശ്വാസത്തോടു കൂടി സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഈ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ നമ്മൾ ഉൾക്കൊണ്ട് അതിനടിമയായിട്ട് മാറി ജീവിക്കാതെ, അതിവൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പോലും അടിമയായിട്ട് ജീവിക്കാൻ പാടില്ല. കാരണം അന്ധമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അതിനെതിരെയും നമ്മൾ സംസാരിക്കാൻ, എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവത്തോടു കൂടി മുമ്പോട്ട് പോയാലേ അങ്ങനെയുള്ള പോകുന്ന ഒരു സമൂഹം വരുമ്പോഴേ ഈ നാടിന്റെ പുരോഗതി യഥാർത്ഥത്തിൽ